السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه سيدنا محمد. أما بعد. നമ്മൾ 24 പേജിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ മഹാനായ ഇബ്നു ഖൽദൂൻ റഹിമഹുല്ലാഹ് അവറുകൾ പറഞ്ഞത് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ടില്ല. അത് അവരുടെ താരീഖ് ഇബ്നു ഖൽദൂനിൽ പറഞ്ഞതാണ് നമ്മൾ ഉദ്ധരിച്ചത്. വഹാദിഹിൽ മഖാദീറു കുല്ലുഹ, അതിന് ശേഷം 24 ലാസ്റ്റ്, വഹാദിഹിൽ മഖാദീറു കുല്ലുഹ സാബിത്തത്തുൻ ബിൽ ഇജ്മാ. ഇപ്പം നമ്മൾ 72 ഹബ്ബത്ത് ഷഈറാണ് ഒരു ദീനാറിൻ്റെ വസന് എന്നും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. ആ പറഞ്ഞതൊക്കെ അതുപോലെ ദിർഹമിൻ്റെ വസന് കണക്കാക്കിയത് 50 ഹബ്ബത്തും ഖുംസ ഹബ്ബത്തുമാണ് എന്നൊക്കെ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞതൊക്കെ കുല്ലുഹ സാബിത്തത്തും ബിൽ ഇജ്മാ. അതങ്ങനെ വന്നു. ഫൈന ദിർഹമൽ ജാഹിലിയ കാന ബൈനഹും അല അൻവാഇൻ. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് അല്ല, തഹഖീഖ് ശേഷം പറയാൻ പോകുന്നതാണ്. ശേഷം പറയട്ടെ, ഇത് മനസ്സിലങ്ങ് ഉറപ്പിക്കണ്ട. ഫൈന ദിർഹമൽ ജാഹിലിയ കാന ബൈനഹും അല അൻവാഇൻ. ഈ പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ജാഹിലി ദിർഹം അവർക്കിടയിൽ പല രൂപത്തിലുണ്ടായിരുന്നു. അജ്വദുഹ ത്വബരി വൽ ബഗ്ലി. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഉഷാറുള്ളത് ത്വബരിയും ബഗ്ലിയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദിർഹം പലതുണ്ട്. അപ്പോൾ അജ്വദ് ഏതാണ്? ഒന്ന് ത്വബരിയാണ്. ബഹുവ അർബഅത്തു ദവാനിഖ. അത് 4 ദാനിഖുകളാണ്. ദാനിഖ് എന്ന് പറഞ്ഞാൽ 8 ഹബ്ബത്തു ഷഈറും പിന്നെ ഖുംസ ഹബ്ബത്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ദാനിഖുകളാണ് ഈ ത്വബരി ദിർഹമിൻ്റെ വസന്. വൽ ബഗ്ലിയുമാണ് മറ്റൊരു ഇനം. ദറാഹിമിൽ അജ്വദായത് 2 ത്വബരി വൽ ബഗ്ലിയാണ്. വഹുവ സമാനിയത്ത് ദവാനിഖാണ്. പറഞ്ഞതിൻ്റെ ത്വബരീൻ്റെ നേരെ ഡബിൾ വെയിറ്റുള്ള സാധനമാണത്. 8 ദാനിഖുകളാണ്. ഫജഅലു ശർഇയ്യ ബൈനഹുമ. അപ്പോൾ ശർഇൻ്റെ ആൾക്കാർ വന്നപ്പോൾ എന്ത് ചെയ്ത്, അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു വസനിനെ ശർഈ വസനാക്കി അവർ മാറ്റി. ഏറ്റവും വലുത് എടുക്കണ്ട, ചെറുത് എടുക്കണ്ട, രണ്ടിൻ്റെയും നടുവിലുള്ള ഒന്നായിക്കോട്ടെ. വഹുവ സിത്തത്തു ദവാനിഖ. 4ൻ്റെയും 8ൻ്റെയും ഇടയിലാണല്ലോ 6. അപ്പോൾ 6 ദാനിഖുകളുള്ള ദിർഹമാണ് ശർഈ ദിർഹമാക്കി അവരങ്ങാക്കിയതാണ്. ഇതിപ്പോൾ അവരങ്ങാക്കലാക്കി. ഫകാനു യൂജിബൂന സകാത്ത ഫീ 100 ദിർഹമിൻ ബഗ്ലിയത്തിൻ വ 100 ത്വബരിയത്തിൻ 5 ദറാഹിമ വസതൻ. അപ്പോൾ ഒരാളുടെ കയ്യിൽ 100 ത്വബരിയും 100 ബഗ്ലിയും ഉണ്ടെങ്കിൽ അവർ സക്കാത്തിൽ കൊടുക്കേണ്ടത്. അപ്പോൾ 200 ആയല്ലോ. 200 ദിർഹമാണല്ലോ സക്കാത്തിൻ്റെ നിസാബ്. അതാ 100 എടുത്തത്. അപ്പോൾ 100 ത്വബരി ഒരാളെ മിൽക്കിലുണ്ട്, 100 ബഗ്ലിയുണ്ട്. അപ്പോൾ ഇവർ സക്കാത്തിൽ പിന്നെ 5 ബഗ്ലി എന്ന് പറഞ്ഞാൽ വേറെ പറഞ്ഞാകും. 5 ത്വബരിയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കുറവായി പോവുകയും ചെയ്യും. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയാം? ഈ നടുവിലുള്ള ഖദർ പറഞ്ഞ പിന്നെ ദിർഹം ഇവരുണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ 5 കൊടുക്കാൻ പറയും. അങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ 5ഉം അതിൻ്റെ 2.5% 41 ഇതിൻ്റെ 41 പരിഗണിച്ചിരുന്നാവും. ചെറുതിൻ്റെ ത്വബരീൻ്റെ മാത്രം കൊടുത്താൽ ബഗ്ലീൻ്റെ വസനനുസരിച്ച് നമ്മൾ 100 ദിർഹം കണക്കാക്കുമ്പോൾ ഇയാൾ 2.5% കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ. നമുക്കറിയാം. ഇപ്പം 100 ത്വബരിക്ക് നമ്മൾ 400 ദാനിഖ് കണക്കാക്കണം അല്ലേ? ഒരു ത്വബരി 4 ദാനിഖ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 400 ദാനിഖ്. അങ്ങേപ്പുറത്ത് ബഗ്ലിയിൽ എത്ര ദാനിഖുണ്ട്? 8 ദാനിഖ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 800 ദാനിഖുണ്ട്. അപ്പോൾ 800 പിന്നെ 400 1200 ദാനിഖ്. 1200 ദാനിഖിൻ്റെ 2.5% 41. ഇപ്പോൾ 1200ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 12 ആണല്ലോ അല്ലേ? 2 പൂജ്യം ഒഴിവാക്കിയാൽ 1200ൻ്റെ 12. 2% എന്നാണ് അതിൻ്റെ നേരെ ഡബിൾ 24. 1/2% എന്ന് പറഞ്ഞാൽ 12ൻ്റെ പകുതി 6. 24 6 30 ദാനിഖ്. അപ്പോൾ ഇവർ പറഞ്ഞു പകുതി ആക്കി മാറ്റി എന്ന് പറഞ്ഞപ്പോൾ 4 ദാനിഖോ അല്ല, 8 ദാനിഖോ അല്ല, 6 ദാനിഖ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? 30ൽ എത്ര 6 ഉണ്ട്? 5. 5 30. അപ്പോൾ 5 ദിർഹം കൊടുക്കണം എന്നറിയൂ. ഇവർ പറഞ്ഞ ദാനിഖുകളുള്ള 6 ദാനിഖുകളുള്ള 5 കൊടുക്കണം എന്നറിയൂ. അപ്പോൾ റെഡിയായി. ഇങ്ങനെയാണ് ഇവർ ആക്കി വെച്ചത്. അപ്പോൾ ഇവരിങ്ങനെ ആക്കിയതാണെന്ന് ഇപ്പം പറഞ്ഞത്.
വഖദ് ഇഖ്തലഫ അന്നാസു, അതാണ് പറഞ്ഞത്. ഫകാനു യൂജിബൂന സകാത്ത ഫി 100 ദിർഹമിൻ ബഗ്ലിയത്തിൻ വ 100 തബറിയത്തിൻ 5 ദറാഹിമ വസത്തൻ, വസത്തിലുള്ള 5 ദിർഹം കൊടുക്കല വല്ല പതിവ്. വഖദ് ഇഖ്തലഫ അന്നാസു, ബഗ്ലി മാത്രം 200 ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യാനില്ല, തൊബരി മാത്രം 200 ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യാനില്ല. അത് ഉള്ളത് ഇതെന്നുള്ള 5 കൊടുക്കുക എന്നുള്ളതാണ്. 2% എന്ന് പറയുമ്പോൾ 205 വരിക. ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ അതും കൊടുക്കാൻ പറ്റൂല ഇതും കൊടുക്കാൻ പറ്റില്ല, രണ്ടിനും നടുവിലുള്ള കൊടുക്കാൻ അറിയാം. വഖദ് ഇഖ്തലഫ അന്നാസു ഹൽ കാന ദാലിക മിൻ വദ്ഇ അബ്ദുൽ മലിക്, ജനങ്ങൾ ഖിലാഫിലാണ്. ഈ പരിപാടി ചെയ്തത് അബ്ദുൽ മലിക്കിൻ്റെ സൃഷ്ടിയാണോ, അബ്ദുൽ മലിക് അങ്ങനെ വദ്ഇ ചെയ്തുണ്ടാക്കിയതാണോ അത്, ഔ ഇജ്മാഇൻ നാസി ബഅദു അലൈഹി, അബ്ദുൽ മലിക്കിൻ്റെ കാലശേഷം ജനങ്ങൾ അങ്ങനെ ഏകോപിച്ചതാണോ. കർണാഹ് നമ്മൾ പറഞ്ഞ പോലെ ذكر ذلك الخطابي في كتاب معالم السنن والماوردي في الأحكام السلطانية. അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ അഹ്കാം സുൽത്താനിയയിലും മാവറദിയും മഅലിമു സുനനിൽ ഖത്താബിയും ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്, ഖിലാഫിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വഅൻകറഹൽ മുഹഖിഖൂന, മുഹഖിഖീങ്ങൾ ഈ ചർച്ച ഈ വസ്തുത തന്നെ ഇൻകാർ ചെയ്തായി. മുഹഖിഖീങ്ങൾ പറഞ്ഞു ഇതൊന്നും ശരിയല്ല മിനൽ മുതഅഖിരീങ്ങളിൽ നിന്ന്. കാരണം ലിമാ യൽസമു അലൈഹി അൻ യകൂന ദീനാറു വദ്ദിർഹമു ശർഇയ്യാനി മജ്ഹൂലൈനി ഫീ അഹദി സ്വഹാബ വമൻ ബഅദഹും. അപ്പോൾ ദീനാറ് ശർഇ എന്നുള്ള സാധനം അഹദു സ്വഹാബയിൽ മജ്ഹൂലൈനിയാണ് എന്ന് വരൂലേ. നിങ്ങളിങ്ങനെ കണ്ടെത്തിയിട്ട് അപ്പോൾ അതും ഇതിൻ്റെ ഇടയിലുള്ള ഇങ്ങനെ കൊടുക്കുക എന്നെല്ലാം പറയുമ്പോൾ അപ്പോൾ ആദ്യകാലക്കാർക്ക് ദിർഹം എന്ന് കേട്ടാൽ തിരിവിലായിരുന്നു, അതിൻ്റെ വസനറിയിലായിരുന്നു എന്ന് വരൂലേ. വമൻ ബഅദഹും, അവർക്ക് ശേഷം ഉള്ളവർക്ക് കാലത്ത് ഇത് മജ്ഹൂലാന്ന് വരും. മാ തഅല്ലുഖുൽ ഹുഖൂഖി ശർഇയ്യത്തി ബിഹിമ, ശർഇന്റെ ഹുക്മ പലതും ദിർഹം ഇത്ര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫി സക്കാത്തി വൽ അൻകിഹത്തി വൽ ഹുദൂദി, സക്കാത്തിൽ വരും, നിക്കാഹുകളിൽ, ഹദ്ദുകളിൽ, വഗൈരിഹ പല സംഗതികളിലും മാലിയ ചർച്ച വരുമ്പോൾ ഒക്കെ വരുന്നല്ലേ അത്. വൽ ഹഖ്ഖു അന്നഹുമാ കാന മഅലൂം, അപ്പോൾ ഇനി മൂപ്പർ പറയാണ്, ഇബ്നു ഖൽദൂൻ പറയാണ്, വൽ ഹഖ്ഖു അന്നഹുമാ കാന മഅലൂമയിൽ മിഖ്ദാരി ഫീ ദാലിക്കൽ അസ്രി, ആ അസ്റിൽ തന്നെ അസ്റുൽ അവ്വലിൽ തന്നെ അത് മഅലൂമയിൽ മിഖ്ദാറായിരുന്നു. ലിജറയാനിൽ അഹ്കാമിഹി യൗമഇദിൻ ബിമാ യതഅല്ലഖു ബിഹിമാ മിനൽ ഹുഖൂഖ്, അത് രണ്ടിനോട് സ്വർണ്ണവെള്ളി ദീനാർ ദിർഹമിനോട് ബന്ധിക്കുന്ന ഹക്കുകളാൽ അത് രണ്ടിനോട് ബന്ധിക്കുന്ന ഒന്നിനോട് അഹ്കാം ബന്ധിക്കുന്ന ഒന്നുകൊണ്ട് അഹ്കാം ജാരിയല്ലേ. അത് രണ്ടിനോട് ബന്ധിക്കുന്ന ഒന്ന് ഹക്കുകളാൽ, ഹക്കുകളിൽ നിന്ന് എന്തെല്ലാം അത് രണ്ടിനോട് ബന്ധിക്കുന്നുണ്ട്. ആ ബന്ധിക്കുന്ന ഒന്നുകൊണ്ടുള്ള അഹ്കാം ഇവിടെ നിലനിൽക്കുന്നില്ലേ. സക്കാത്ത് നിർബന്ധമാണ്, സക്കാത്തിനോട് ബന്ധിച്ച സാധനമല്ലേ. പിന്നെ ഈ ദീനാർ ദിർഹം എന്ന് പറഞ്ഞ സംഗതി, ഇതുപോലെ എന്തെല്ലാം സംഗതികൾ ഏതെല്ലാം അബുവാബിൽ വരുന്നുണ്ട് ദിർഹമും ദീനാറും. അങ്ങനെ നിയമങ്ങൾ നടന്നു വരുന്നതാണല്ലോ. അപ്പോൾ അതങ്ങനെ ഇല്ലാതാകാൻ പറ്റും, അറിയാതാകാൻ പറ്റും. വകാന മിഖ്ദാറുഹുമ ഗൈറ മുശഖസിൻ, അപ്പോൾ നിയമങ്ങളിങ്ങനെ നടന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് രണ്ടിനോട് ബന്ധിക്കുന്ന കാര്യങ്ങളിൽ. അത് രണ്ടിൻ്റെയും മിഖ്ദാറുകളാണെങ്കിൽ ഗൈറ മുശഖസിൻ ഫിൽ ഖാരിജി, അത് ഖാരിജിൽ മുശഖസായിട്ട് ഇല്ല. പോലെ ദിഹിനിലുണ്ട്, ഓലിക്കതറിയാം ഒരു ദിർഹം തന്നെ ഇത്ര സംഗതി ഉണ്ടാകുക, അല്ലെങ്കിൽ ഇത്ര വസനാണ് ഉണ്ടാകാതെ ഓലിക്കറിയാം. പക്ഷേ അത്ര വസനുള്ള ഒരു മുശഖസായ ഒരു സാധനം എടുത്തു കൊടുക്കാൻ, പോലെ പോക്കറ്റൊന്നും ഒരു ദിർഹം ഒരു കോയിൻ എടുത്തു കൊടുക്കാൻ മാത്രമുള്ള രൂപത്തിലുള്ള ഒരു സംഗതി അടിക്കപ്പെട്ടതായിട്ട് ശറഈ ദീനാറിൻ്റെ വസനിൽ അല്ലെ ദിർഹമിൻ്റെ വസനിൽ അടിക്കപ്പെട്ട നിലയിൽ ഓലിക്ക് എടുത്തു കൊടുക്കാൻ കഴിയുന്നില്ല. ദിർഹമിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലൽ മിഖ്ദാരി ഫി വഇന്നമാ കാന മുതആറഫൻ ബൈനഹും ബിൽ ഹുക്മി ശർഈ അലൽ മിഖ്ദാരി, അവരുടെ ഇടയിൽ ഹുക്മു വഇന്നമാ കാന മുതആറഫൻ ബൈനഹും, അവരുടെ ഇടയിൽ മുതആറഫായിരുന്നു അത് ഹുക്മു ശർഈ കൊണ്ട്, അലൽ മിഖ്ദാറിൻ്റെ മേലുള്ള ഹുക്മു ശർഈ കൊണ്ട് ഒരിടയിൽ മഅറൂഫാണ്. ഫി മിഖ്ദാരിഹിമ വ സിനത്തിഹിമ, അത് രണ്ടിൻ്റെയും മിഖ്ദാറിലും സിനത്തിലും. ദിർഹമു ദീനാറിൻ്റെ രണ്ടിനെയും കൂടിയാണ് പറയുന്നത്. ദിർഹം ദീനാറിൻ്റെ മിഖ്ദാർ, സിനത്ത് എന്ന് പറഞ്ഞാൽ വസിന്, വസിനിൽ പിന്നെ ശർഈ ഹുക്കുമിനോട് ശർഈ ഹുക്കുമ് കൊണ്ട് അത് എന്താണ് അവരുടെ ഇടയിൽ മഅറൂഫാണ്. അതേ സമയത്ത് ആ മഅറൂഫായ നിയമം നടപ്പാക്കാൻ വേണ്ടി എടുത്തു കൊടുക്കാൻ ആ രണ്ടിൻ്റെയും വസനിൽ, നിശ്ചിത വസനിൽ അടിക്കപ്പെട്ട രൂപത്തിൽ ഓല കയ്യിലില്ല. ഹത്തസ്തഫ്ഹലൽ ഇസ്ലാമു വഅളുമത് അദ്ദൗലത്തു, ഇസ്ലാം വലുതായി വ്യാപിച്ചു, രാജ്യം വലുതായി. വദഅത്തിൽ ഹാലു ഇലാ തശ്ഖീസിഹിമ ഫിൽ മിഖ്ദാരി വൽ വസ്നി, അളവ് വസനിൽ അത് രണ്ടും തശ്ഖീസ് ചെയ്യുന്നതിലേക്ക് കാര്യം ആവശ്യമായി, ഹാല് തേടി. അത് ഇതിങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ കണക്കാക്കാൻ പറ്റില്ലല്ലോ.
കമാഹുവ ഇന്ദ ഷറയിലുള്ളതുപോലെ കണക്കാക്കിയിട്ട് കിട്ടണം എന്നുള്ളിടത്തേക്ക് എത്തി. എന്തിന്? ശരിക്കും വളരെ കൃത്യമായിട്ട് നമ്മളൊന്നും കൂട്ടേണ്ടിയില്ല, എല്ലാം ഉറന്ന് പറയുന്നുണ്ട്. ലിയസ്തരിഹു മിൻ കുൽഫത്തി തഖ്ദീർ. എന്നാൽ ആരോ പറഞ്ഞു ഒന്നും കൂടി ഒന്നും വിശദീകരിക്കാനില്ല, അല്ല ഇല്ലുണ്ട്. ലിയസ്തരിഹു മിൻ കുൽഫത്തി തഖ്ദീറി, തഖ്ദീറിൻ്റെ ഇടങ്ങാറിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും അവർക്ക് റാഹത്തുണ്ടാകാൻ വേണ്ടി ഇതിങ്ങനെ. അപ്പോൾ ദീനാറായോ ദിർഹമായോ എന്നിങ്ങനെ കണക്കാക്കേണ്ട ആവശ്യമില്ല. ആ പീസ് ആ രൂപത്തിൽ തന്നെ അടിച്ച് കിട്ടിയാൽ എടുത്തോ. ആ 1 ദീനാർ 2 ദീനാർ പിടിച്ചു കൊടുത്ത് വേഗം കൊടുക്കാമല്ലോ. ആ ഒരു സൗകര്യത്തിന് വേണ്ടി അവർ അടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വഖാറനദാലിക അയ്യാമ അബ്ദുൽ മലിക്. ഈ സംഗതികളും കാലമെല്ലാം ഒത്തു വന്നത് അബ്ദുൽ മലിക്കിൻ്റെ കാലത്തോടാണ്. ഫശഖസ മിഖ്ദാറഹുമാ വഅയ്യനഹുമാ ഫിൽ ഖാരിജി കമാ ഹുവ ഫി ദിഹ്നി. ദിഹ്നിലുള്ള ആ വസനനുസരിച്ച് അയാൾ ലാഹിറിൽ ഉണ്ടാക്കിയ ഒരു കോയിനിങ് പ്രൊഡ്യൂസ് ചെയ്തു, നിർമ്മിച്ച് ഉണ്ടാക്കി. വനഖശ അലൈഹിം അസിക്കത്ത ബിസ്മിഹി. അയാളെ പേര് അടിച്ചു, അബ്ദുൽ മലിക് എന്ന് പേര് അടിച്ചു. വതഖീരിഹി, അദ്ദേഹം അടയാളപ്പെടുത്തി. അസറ ഷഹാദത്തൈനിൽ ഈമാനിയത്തൈനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൽ പ്രിന്റും ചെയ്തു. വതറഹൻ നുഖൂദൽ ജാഹിലിയ്യത റഅസൻ. അത് ഒട്ടാകെ അയാൾ എന്ത് ചെയ്ത് തറഹ ചെയ്ത്, അത് എന്താ പറയുക, നിരോധിച്ചിട്ടത് ഒഴിവാക്കിക്കളഞ്ഞു, അത് പ്രാബല്യത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഹത്ത ഹലുസത്ത് വനഖശ അലൈഹ സിക്കത്തൻ വതലാശ വുജൂദുഹാ. എന്നിട്ട് അതെല്ലാം പിൻവലിച്ചു, എന്നിട്ട് അതെല്ലാം കാലിയായി. അതിൻ്റെ മേലെല്ലാം അയാൾ പുതിയ പ്രിൻ്റ് അടിച്ചു. അതിൻ്റെ പഴയതിൻ്റെ വുജൂദ് ഇല്ലാതായി, മുതലാശിയായി. നമ്മൾ പണ്ട് വത്തീത്ത പഠിച്ചില്ലേ, തലാശായ തലാശ ലാശൈ ആയിപ്പോയി, ഇല്ലാണ്ടായിപ്പോയി. ഫഹാദാ ഹുവൽ ഹഖുല്ലദീ ലാമ. ഇത് ഇബ്നു ഖൽദൂൻ്റെ ഇബാറത്ത് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ലേ. ഫഹാദാ ഹുവൽ ഹഖുല്ലദീ ലാ മഹീദ അൻഹു. ഇതാണ് ഹഖ്, ഇതിനെ തൊട്ട് തെറ്റാൻ വഴിയില്ല. ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. അവർക്കറിയാമായിരുന്നു, പക്ഷേ ലാഹിറിൽ ആ അറിഞ്ഞ അളവിലുള്ള അതേ വസനിലുള്ള സാധനം പ്രിൻ്റിലുണ്ടായിരുന്നില്ല, കോപ്പി ആയിട്ട് നഖദ് അടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ അടി നടന്നു പുതിയതായിട്ടെന്ന് മാത്രമേ നടന്നിട്ടുള്ളൂ. സംഗതി വസൻ ഒരിക്കറിയാമായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. വമിൻ ബഅദി ദാലിക, അങ്ങനെ ഇങ്ങനെ ഒരു പ്രിൻ്റ് പരിപാടിയൊക്കെ ചെയ്തു. വമിൻ ബഅദി ദാലിക വഖഅ ഇഖ്തിയാറു അഹ്ലി സിക്കത്തി ഫിദ്ദുവലി അലാ മുഖാലഫത്തിൽ മിഖ്ദാരി ശർഇയ്യി ഫിദ്ദീനാരി വദിർഹം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അതിൻ്റെ ശേഷം വഖഅ ഇഖ്തിയാറു അഹ്ലി സിക്ക, ഈ സിക്കത്തിൻ്റെ ആളുകളുടെ ഇഖ്തിയാർ സംഭവിച്ചു. ഫിദ്ദുവലി, വ്യത്യസ്ത രാജ്യങ്ങളിൽ. സിക്കത്ത് എന്ന് പറഞ്ഞാൽ മുദ്രണം ചെയ്യൽ. അങ്ങനെ പുതിയ പല രാജ്യങ്ങളിലും ഇങ്ങനെ ഭരണാധികാരികളും പരിഷ്കാരങ്ങളെല്ലാം വരുമ്പോൾ പല രാജ്യങ്ങളിലും സിക്കത്തുകാരുടെ ഇഖ്തിയാർ സംഭവിച്ചു. അല മുഖാലഫത്തിൽ മിഖ്ദാരി ശർഇ ഫി ദീനാർ വദിർഹം. ദീനാർ ദിർഹമിലെ മിഖ്ദാർ ശർഇനോട് എതിരാകുന്നതിൻ്റെ മേലിൽ ഇഖ്തിയാർ സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ ഓല് ഇങ്ങനെ തന്നെ നമ്മൾ അടിക്കണമെന്നില്ല, നമുക്ക് പറ്റുന്ന ഒരു മോഡലിൽ പ്രിൻ്റെല്ലാം ചെയ്ത് നമ്മൾ ഇറക്കല്ലേ. ഓരോ രാജ്യം ഓരോ കറൻസി ഇറക്കാറുണ്ടല്ലോ. അപ്പോൾ ഇയാൾ ഇറക്കിയതുപോലെ തന്നെ നമ്മൾ ഇറക്കണമെന്നില്ലല്ലോ. അബ്ദുൽ മലിക് ഇറക്കിയ പോലെ നമുക്കൊന്ന് നമ്മൾ ഇറക്കുക എന്നുള്ള രൂപത്തിലേക്ക് പോലെത്തി. വഖ്തലഫത്ത് ഫി കുല്ലിൽ അഖ്താരി വൽ ആഫാഖി. അത് അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്തിനപ്പോൾ അവരെ നമ്മളിങ്ങനെ താപിയാന്ന് ഇന്ത്യ ഒരു മോഡൽ ഇറക്കുക, ആഫ്രിക്ക വേറെ ഒന്ന് ഇറക്കി, ഇങ്ങനെ പലതും ഇറക്കുമല്ലോ. അപ്പോൾ രാജാക്കന്മാർക്കെല്ലാം വലുതായ ചിന്താഗതികളെല്ലാം ഉണ്ടാവും. വഖ്തലഫത്ത് ഫി കുല്ലിൽ അഖ്താരി വൽ ആഫാഖി. അങ്ങനെ പല നാടുകളിലും എന്ത് ചെയ്തു, ഇഖ്തിലാഫായി. റജഅന്നാസു, അങ്ങനെ ജനങ്ങൾ മടങ്ങി പഴയ രൂപത്തിലേക്ക്. ഇലാ തസവ്വുരി മഖാദിരിഹിം അശ്ശറഇയ്യത്തി ദിഹ്നൻ, ദിഹ്നിൽ മഖാദിർ ശർഇ മനസ്സിലാക്കുന്നിടത്തേക്ക് പോയി. കമാ കാന ഫി സദ്റിലെ പഴയ രൂപത്തിലേക്ക് പിന്നെയും തിരിച്ചുപോയി. നാണയം അപ്പടി ദിർഹം ഇത്ര എന്ന് പറയാൻ എണ്ണിയം കിട്ടിത്തോർത്താൽ മതിയായിരുന്നു. ഈ ഒരു ഉണ്ടാക്കിയ സമയത്ത് 10 ദിർഹം എന്ന് പറഞ്ഞാൽ 10 പീസം കിട്ടിത്തോർത്താൽ മതി. അത് പോയിട്ട് പഴയ പോലെയായി. പഴയ പോലെയായി എന്ന് പറഞ്ഞാൽ 10 ദിർഹമിനേക്കാളും വലുതാണിത് എങ്കിൽ ഇത് ഇപ്പോൾ 8 കൊടുക്കേണ്ടി ഉണ്ടാവുള്ളൂ. അല്ല, ഈ പുതിയ രാജ്യക്കാരനെ അടിച്ചത് ചെറുതാണെങ്കിൽ 10 ദിർഹം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 12-13 പീസ് കൊടുക്കേണ്ടി വരും. ഈ ഒരു രൂപത്തിലേക്ക് സങ്കല്പിച്ച് ദിർഹമിനെ കണക്കാക്കേണ്ട പഴയ രൂപത്തിലേക്ക് പോലും മടങ്ങി. വസാറ അഹ്ലു കുല്ലി ഉഫൂഖിൻ യസ്തഖ്രിജൂനൽ ഹുഖൂഖ ശർഇയ്യത. എല്ലാ നാട്ടുകാരും യസ്തഖ്രിജൂനൽ ഹുഖൂഖ ശർഇയ്യത മിൻ സിക്കത്തിഹിം, അവരുടെ പ്രിന്റിൽ നിന്നും പിന്നെ ശർഇ ഹക്കുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ബിമാരിഫത്തിൻ നിസ്ബത്തില്ലത്തി ബൈനഹാ വ ബൈന മഖാദിരിഹ ശർഇയ്യ. ദിർഹമുകളുടെ അവകളുടെ മിഖ്ദാർ ശർഇൻ്റെയും ഇവരടിച്ചതിൻ്റെയും ഇടയിലുള്ള നിസ്ബ കണക്കാക്കിയിട്ട്. അപ്പോൾ നമ്മളെ നാട്ടിലെ കോയിന് 10 ഉണ്ടാകുമ്പോഴാണ്, പിന്നെ 12 ഉണ്ടാകുമ്പോഴാണ് ദീനാർ ശർഇ 10 ഉണ്ടാകല്. അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ 8 ഉണ്ടാകുമ്പം തന്നെ നമ്മളെ പിന്നെ പ്രിന്റ് വലുതായതുകൊണ്ട്
നമ്മുടെ നാട്ടിൽ 8 മതി 10 ദിർഹം ശറഈ ഉണ്ടാകാൻ എന്നൊക്കെ കണക്കാക്കി വെച്ച് കൈകാര്യം ചെയ്യൽ പഴയതുപോലെ പിന്നെയും തുടങ്ങി എന്നാണ് ആര് പറഞ്ഞത്? ഇബ്നു ഖൽദൂൻ പറഞ്ഞത്. വമ്മ വസനുദ്ദീനാരി ബിസ്നത്തൈനി വസബീന ഹബ്ബത്തൻ മിന ശഈരിൽ വസത്തി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മൂപ്പർ പറയാണ് 72 എന്ന് കണക്കാക്കിയല്ലോ ദീനാറിൻ്റെ വസനെ. ഫഹുവല്ലദീ നഖലഹുൽ മുഹഖിഖുന വഅലൈഹിൽ ഇജ്മാഉ ഇല്ല ഇബ്നു ഹസ്ം. അത് ഇജ്മാ ഉള്ളതാണ്, മുഹഖിഖുകൾ പറഞ്ഞതാണ്. ഇബ്നു ഹസ്ം മാത്രം അതിനൊരു എതിര് പറഞ്ഞത്. ഖാലഫ ദാലിക വസഅമ അന്ന വസനഹു 84 ഹബ്ബത്തൻ. 72 അല്ല 84 ഹബ്ബത്തിൻ്റെ വസനാണ് എന്നാണ് ഇബ്നു ഹസ്ം പറഞ്ഞത്. നഖല ദാലിക അൻഹു, ഇബ്നു ഹസ്മിനെ തൊട്ടത് നഖൽ ചെയ്തത് ഖാദി അബ്ദുൽ ഹഖാണ്. വറദ്ദഹുൽ മുഹഖിഖൂന, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മുഹഖിഖുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. വഅദ്ദുഹു വഹ്മൻ വഗലതൻ, അത് ഇബ്നു ഹസ്മിന് പറ്റിയ വഹ്മും ഗലത്തുമാണ്. വഹുവ സ്വഹീഹു വല്ലാഹു യുഹിഖുൽ ഹഖ ബികലിമാതിഹി. അതെ, അങ്ങനെ വഹ്മും ഗലത്തും പറ്റി എന്നുള്ളത് തന്നെയാണ് ശരി. അല്ലാഹുവിൻ്റെ വല്ലാഹു യുഹിഖുൽ ഹഖ ബികലിമാതിഹി. ഖാലൽ അദ്റഇയ്യു കസുബ്കി വയജിബു ഇഅ്തിഖാദു അന്നഹു കാന ഫീ സമനിഹി. ഈ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ, അന്നഹു കാന ഫീ സമനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ദിർഹം തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ലിഅന്നഹു ലാ യജൂസുൽ ഇജ്മാഉ അലാ ഗൈരി മാ കാന ഫീ സമനിഹി വസമനി ഖുലഫാഇർ റാഷിദീൻ. തങ്ങളുടെ കാലത്തും ഖുലഫാഉർ റാഷിദീൻ്റെ കാലത്തും ഇല്ലാത്ത ഒന്ന് പുതിയതായിട്ടുണ്ടാക്കി എന്ന് പറയാനാവില്ല. അപ്പോൾ അത് ആദ്യതയുണ്ടായിരുന്നു. വയജിബു തഅ്വീലു ഖിലാഫി ദാലിക, അതിനെതിരെന്ത് വന്നാലും തഅ്വീൽ ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. നിഹായ വ ഇആബ് ഹാശിയത്ത് ഷർവാനിയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം. തങ്ങളുടെ കാലത്ത് മഅറൂഫുൽ മിഖ്ദാറാണ്, സാധനം പുതിയ പ്രിൻ്റ് ചെയ്തെന്ന് മാത്രം മനസ്സിലാക്കണം. അതല്ലാത്തതെല്ലാം തഅ്വീൽ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ അന്നഹു ലാ യജൂസുൽ ഇജ്മാഉ അലാ ഗൈരി മാ കാന ഫീ സമനിഹി എന്ന് പറഞ്ഞതിൻ്റെ ഖൗലെടുത്ത് പറയാണ്. ഉജീബ ബി അന്നഹു ബി തഖ്ദീരി അദമി വുജൂദിഹ, തങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പം അദ്റഇയ്യും സുബ്കിയും പറഞ്ഞത്. എന്നാൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഉജീബ ബി അന്നഹു ബി തഖ്ദീരി അദമി വുജൂദിഹ ലാ യദുറു. ആ രൂപത്തിലുള്ള പേസ് ദീനാറിൻ്റെ പതിപ്പ് അല്ലെങ്കിൽ ദിർഹമിൻ്റെ പതിപ്പ് അന്ന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബേജാറൊന്നുമില്ല. ലിമാ ഖീല ഇന്ന ദറാഹിമ അല്ലത്തി കാനത്ത് മൗജൂദത്തൻ അവ്വലൻ നൗആനി. ഇന്ന ദറാഹിമ നൗആനി, ഇന്ന ദറാഹിമ അല്ലത്തി കാനത്ത് മൗജൂദത്തൻ അവ്വലൻ നൗആനി. ആദ്യമുള്ള 2 രൂപമാണ്. അഹദുഹുമാ വസ്നുഹു സമാനിത്തു ദവാനിഖാണ് വല്ലാഖറു അർബഅത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. ഫഹുലിത മജ്മുഉ ദിർഹമൈനി വഖുസിമ, അത് രണ്ടും കൂടി സമ്മിശ്രാക്കി 4 വട്ടം 12 ആക്കി. വഖുസിമ, എന്നിട്ട് ഖസ്മ ചെയ്ത് 6 എന്ന് മനസ്സിലാക്കി. ഫി സമനി ഉമർ, തങ്ങളുടെ കാലത്ത്, ഉമർ തങ്ങളുടെ കാലത്ത്. ഫസാറ ദിർഹമു 6 ദവാനിഖ ഫയുഹ്മലു മാ ഫിൽ ഹദീസി മിൻ അന്ന നിസാബ 100 ദിർഹമിൻ. അപ്പോൾ സക്കാത്ത് പിന്നെ ബാബിൽ ദിർഹമിൻ്റെ വസൻ 200 എന്ന് പറഞ്ഞ ഇടത്ത് ഹംല ചെയ്യപ്പെടും. അല അന്ന കുല്ല മിയത്തിൻ നൗഇൻ നൗഇനി ലദൈനി കാന മൗജൂദൈനി. 200-ൽ 5 ഉണ്ട് എന്ന് പറഞ്ഞ ഇടത്ത് 200 ദിർഹമാണ് നിസാബ് എന്ന് പറഞ്ഞ ഇടത്ത് എങ്ങനെ മനസ്സിലാക്കണോ? 100 തബരയും 100 ബഹലിയാണ് എന്ന് മനസ്സിലാക്കണോ? വഹുവ ഇസാബിൽ മിയത്തൈനി മിന ദറാഹിമിൽ മൗജൂദത്തില്ലാന. അപ്പം നമ്മൾ ഇപ്പം 200 ആ 100-ഉം ഈ 100-ഉം, 100 ബഹലി 100 തബരി, അത് രണ്ടിലും കൂടി സക്കാത്തുണ്ട് എന്ന് പറഞ്ഞത് ഓക്കെയാണ്. കാരണം ആ 100, 100, 200 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറയുന്ന 200-ൻ്റെ മുസാവിയാണല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം ആ 100, 100, 200 എന്ന് പറയുമ്പോൾ 1200 ദാനിഖായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ 200 ഓൾറെഡി 1200 കാരണം നമ്മൾ 6 ദാനിഖിൻ്റെ ആളാണ്. അപ്പോൾ 100-ന് 600, 200-ന് 1200 ഇങ്ങനെ മനസ്സിലാക്കേണ്ടതാണ്. ഇതൊന്നും ഇങ്ങനെയൊന്നും മനസ്സിലാക്കേണ്ടതില്ല. വബിയുസുലൂമിൻ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് ഇപ്പം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വെക്കേണ്ടതാണ്. വബിയുസുലൂബിൻ ഔലഹ, ഇതിനേക്കാൾ ഔലഹായ ഉസുലൂബിൽ നഖലൽ ബുജൈരിമിയു ഖൗല സുബ്കി റഹിമഹുല്ലാഹ്, ബുജൈരിമിൻ്റെ ഇബാറത്ത്. വദ്ദറാഹിമു കാനത്ത് മുഖ്തലിഫത്തൻ, ദറാഹിമ് തുടക്കത്തിൽ ഖിലാഫിലുള്ള സാധനം പല രൂപത്തിലുണ്ട്. സുമ്മ ദുരിബത്ത് ഫി സമനി ഉമറാണ് വഖീൽ അബ്ദുൽ മലിക്കാണ്. അല ഹാദൽ ഖദർ, ഇപ്പോൾ ഉള്ള ഖദർ 6 ദാനിഖിൻ്റെ ഖദറിൽ. വഅജ്മഅൽ മുസ്ലിമൂന അലൈഹി, അഥവാ 50.4 ഗ്രാം പിന്നെ ഹബ്ബത്തിൻ്റെ വസനുകൾ. 50 ഹബ്ബത്ത് പിന്നെ ഹുംസ ഹബ്ബത്ത് അല്ലേ, ആ വസനിൻ്റെ മേൽ പിന്നീട് അടിക്കപ്പെട്ടതാണ്. ആ വസനിൻ്റെ മേൽ ദിർഹമിനെ പിന്നീട് അടിച്ചതാണ്. വഅജ്മഅൽ മുസ്ലിമൂന അലൈഹി വയജിബു അൻ യുഅ്തഖദ അന്ന ദാലിക മുറാദു ശാരിഇ.
അത് തന്നെയാണ് മുറാദു ഷാരിഇ എന്ന് ഓലിക്ക് മനസ്സിലായിട്ടാണ് ഓല് ചെയ്തതെന്ന് വിശ്വസിച്ചോളണം. ഇതിലായ ജുസു ഇജ്മി അലാ ഖിലാഫി മുറാദിഹി, റസൂലുള്ളാഹിന്റെ മുറാദിൻ്റെ എതിരെ ഒരു ഖിലാഫ് ഇജ്മാഇ നമുക്ക് പറയാൻ ഒക്കൂലാലോ എന്നാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. ഇതിൻ്റെ എല്ലാം ഒരു ചുരുക്കമാണ് ഇബ്നു ഖൽദൂൻ നേരത്തെ പറഞ്ഞത്. എന്ത് ഇതിൻ്റെ ഹക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥം ഇങ്ങനെയാണ്. അവർ ദിഹിനിൽ മഅറൂഫായതനുസരിച്ച് ഓലിക്ക് നേരത്തെ അറിയാം, ഇതിൻ്റെ വസലിനെ കുറിച്ച് ഓലിക്ക് അറിയാം. അങ്ങനെ ഒരു പ്രിൻ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പ്രിൻ്റ് പുതിയത് ഉണ്ടാക്കിയതാണ് എന്ന് വെച്ച് കൊടുക്കണം. ആ തത്വത്തിലേക്ക്, ആ വസ്തുതയിലേക്കാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ ചർച്ചകളെല്ലാം പോകുന്നത്. കാരണം ആ 100ഉം ഈ 100ഉം കൊണ്ടാണ് തങ്ങൾ 200 എന്ന് പറഞ്ഞത് മനസ്സിലാക്കണം എന്നെല്ലാം പറയുന്നത് എന്തിനാണ്? ഇപ്പം നമ്മൾ 200 എന്ന് പറയുന്ന വസുനുമായിട്ട് തെറ്റിപ്പോകാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധമുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാക്കുന്നത്. വല്ലദീ റഅയ്നാ ഫീ കലാമിൽ ഫുഖഹാഇ, നമ്മളിപ്പോൾ ഫുഖഹായിൻ്റെ കലാമിൽ കണ്ടത് മിൻ അന്നൽ മിസ്ഖാല ലം യതഗയ്യർ ജാഹിലിയ്യത്തൻ വലാ ഇസ്ലാമൻ, മിസ്ഖാൽ ഇസ്ലാമിലോ ജാഹിലിയത്തിലോ മാറിയിട്ടില്ല എന്നിടയ്ക്ക് നമ്മൾ പറഞ്ഞല്ലോ. യംബഗി ഹംലുഹു അലാ സമനിൽ മുതഖദ്ദിമീന, നമ്മളത് പറഞ്ഞല്ലോ. തുഹഫ എന്ന് പറയുന്നുണ്ട്. പിന്നെ ലം യതഗയ്യർ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്തിദ്റാക്കുണ്ട്. ആദ്യത്തെ ദിവസം നമ്മൾ പറഞ്ഞല്ലോ യംബഗി ഹംലുഹു അലാ സമനിൽ മുതഖദ്ദിമീൻ എന്ന് വെക്കണം. ഫഇന്ന ദൗലത്തൽ ഉസ്മാനിയ്യത്ത സനഅത് ഫി അവാഖിരി സന 927 പിന്നെ ഹിജ്രി അഥവാ 1521 മീലാദി മിസ്ഖാലൻ ഗൈറൽ മിസ്ഖാൽ ശർഈ. കണ്ട മാറ്റാൻ തുടങ്ങി. ഉസ്മാനികൾ പുതിയ മിസ്ഖാൽ തുടങ്ങിയിട്ടുണ്ട് 927. മനസ്സിലായില്ലേ? വസാറ അസ്ഖല ഖലീലൻ, അതെന്തായിട്ടുണ്ട്? കുറച്ച് ഭാരം കൂടിയതായിട്ടുണ്ട്. പിന്നെ ദിർഹമി ശർഈ, നമ്മൾ ദിർഹമിനേക്കാൾ. കാരണം നമ്മൾ ശേഷം പറയാൻ പോകുന്നുണ്ട് 2.975 വേണ്ടു. ഇതിപ്പോൾ എത്തിയിട്ടുണ്ട് 2.975 എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിപ്പോൾ വസല വസ്നുഹു ഇലാ 3.20 സംതിങ് ഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ വസല വസ്നു ദീനാരി, അവർ ദീനാർ അടിച്ചിട്ടുണ്ട് 4.81 എത്തിയിട്ടുണ്ട്. നമ്മൾ ദീനാറിൻ്റെ വസനമൊക്കെ അറിയാം 4.25 എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? പിന്നെ വദ്ദീനാറുലം യതഗയ്യർ ജാഹിലിയത്തൻ വലാ ഇസ്ലാം എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ കൂട്ടിച്ചേർക്കണം. മുതഖദ്ദിമീങ്ങളുടെ കാലത്ത് മാറ്റമില്ല. അതാണ് നമ്മൾ പറയുന്നത്. വഹാദ അയ്യാമ ഷബാബിൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ യുവത്വകാലത്താണിത്. ഇബ്നു ഹജർ തങ്ങളുടെ കാലം കൊടുത്തെടുത്ത് 974 വഫാത്ത് പ്രിൻറ്റിൽ വന്നിട്ടുണ്ട്. 909 എന്നാടെ വരേണ്ടിയുണ്ട്. അത് പ്രിൻറ്റിൽ തെറ്റിപ്പോയതാണ്. 909 to 974 അവരുടെ കാലം. അപ്പോൾ 927 എന്ന് പറഞ്ഞാൽ 9 27 വ്യത്യാസമുണ്ട്. 16 വയസ്സ് അല്ലേ? അവർക്ക് 16 വയസ്സുള്ള സമയത്താണ് ഈ പ്രിൻ്റ് നടക്കുന്നത് എന്നർത്ഥം. വലിദാ സറഹ ബിവുഖൂഇ തഗയ്യുരി ഫി നുഖൂദി ഫി തുഹ്ഫത്തിഹി ഹൈസു ഖാല, നഖ്ദുകളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന് തുഹഫയിലുണ്ട്. അത് കൊട്ടേഷനിൽ കൊടുത്തതാ. അലാ അന്നഹു ഹദസ അയ്ളൻ തഗയ്യുറുൻ ഫിൽ മിസ്ഖാൽ, ഇപ്പം മിസ്ഖാലിലും മാറ്റം വന്നിട്ടുണ്ട് എന്ന് മൂപ്പരവിടെ പറഞ്ഞിട്ടുണ്ട് തുഹഫ എന്ന കാലത്ത്. ലാ യുവാഫിഖു ശൈഅൻ മിമ്മാ മറ, 72 ഹബ്ബത്ത് എന്ന് പറഞ്ഞതൊന്നും അവിടെ വെക്കുന്നില്ല. ഫല്യുതനബ്ബഹ് ലഹു, ഉണരേണ്ടതുണ്ട്. വല്യജിത്തഹിദിൻ നാദിറു, നാദിർ പിന്നെ നോക്കുന്ന ആൾ ഇജ്തിഹാദ് ചെയ്ത് മനസ്സിലാക്കണം. ഫീമാ യുവാഫിഖു കലാമൽ അയിമ്മത്തി ഖബ്ല തഗയീരി, തഗയീറിൻ്റെ മുമ്പുള്ള കലാമൽ അയിമ്മത്തുമായിട്ട് വെക്കുന്ന രൂപത്തിൽ ഇജ്തിഹാദ് ചെയ്ത് മനസ്സിലാക്കണം ഇപ്പോൾ ഉള്ള ദീനാർ എത്രയാണ് വേണ്ടത് എന്ന്. കാരണം വസനുകളിലൊക്കെ തെറ്റ് വന്നിട്ടുണ്ട്. ഇവർ അടിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ പ്രിൻ്റിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. തഗയീർ വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പം ഇവർ പറഞ്ഞിട്ടുണ്ട്. വഖാല ഫി ഫത്ഹിൽ ജവാദിലും പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ മിസ്ഖാല വദ്ദിർഹം ഇഖ്തലഫാ അൽ ആന, രണ്ടും മാറിയിട്ടുണ്ട് ഇപ്പോൾ. വഖബ്ലഹു, ഇപ്പോൾ അല്ല കുറച്ച് മുമ്പ്. വഖബ്ലഹു ബിമുദ്ദത്തിൻ, കുറച്ച് മുമ്പേ മാറിയിട്ടുണ്ട്. ഫി മക്കത്ത വഗൈരിഹ ഫലം യബ്ഖ ഫീഹിമാ മഖ്നഉൻ ലിദ്ദബ്തി, അതുകൊണ്ട് ഇത്ര ദിർഹം അതുപോലെ ഇത്ര ദീനാർ എന്ന് പറയാൻ ഒരു ഖനാഅത്തുള്ള ഒരു കലിമത്ത് നമ്മൾ എടുക്കലില്ല. ഇത്രം കൊടുത്താളാന്ന് പറയാനാകുന്നില്ല. ലം യബ്ഖ ഫീഹിമാ മഖ്നഉൻ ലിദ്ദബ്തി ശർഈ. പിന്നെന്ത് ചെയ്യണം? ഓരോരുത്തരും അത് നമുക്ക് വേണ്ട വസനിൽ ഇത്ര ദിർഹമാണ് ഇത്ര ദീനാറാണ് എന്ന് പഴയ കാലം പോലെ കണക്കാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ദീനാറിൻ്റെ അടി മാറിയതുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാണ് മൂപ്പർ പറഞ്ഞത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.